ഭാരതരത്നം നേടിയ ഇന്ത്യയുടെ മാന്ത്രിക ശാസ്ത്രജ്ഞൻ CNR റാവു അവറുകളുടെ കഥ. പരീക്ഷണശാലയിലെ രാജകുമാരൻ, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ എത്ര ഗവേഷണ പ്രബന്ധങ്ങൾ എഴുതാൻ സാധിക്കും? 50 അല്ലെങ്കിൽ 100. എന്നാൽ ഒരു ഇന്ത്യക്കാരൻ തൻ്റെ ജീവിതത്തിൽ 1800-ലധികം ഗവേഷണ പ്രബന്ധങ്ങളും 50-ലധികം പുസ്തകങ്ങളും എഴുതി ലോകത്തെ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1934 ജൂൺ 30-ന് ബാംഗ്ലൂരിലെ ഒരു സാധാരണ കന്നഡ മധ്യവർഗ കുടുംബത്തിലാണ് ചിന്താമണി നാഗേശ്വര രാമചന്ദ്ര റാവു എന്ന CNR റാവു ജനിക്കുന്നത്. അച്ഛൻ ഹനുമന്തറാവുവും അമ്മ നാഗമ്മയും അദ്ദേഹത്തെ വളരെ അച്ചടക്കത്തോടെയാണ് വളർത്തിയത്. കുട്ടിക്കാലത്ത് തന്നെ കണക്കിലും കെമിസ്ട്രിയിലും അദ്ദേഹം അതീവ മിടുക്കനായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വലിയ കമ്പ്യൂട്ടറുകളോ ഇൻ്റർനെറ്റോ മികച്ച ലാബുകളോ ഇന്ത്യയിൽ ഇല്ലായിരുന്നു. എന്നാൽ ചുറ്റുമുള്ള പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കാനുള്ള ഒരു വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വെറും 17-ാമത്തെ വയസ്സിൽ ബാംഗ്ലൂർ സെൻട്രൽ കോളേജിൽ നിന്ന് BSc ബിരുദം പൂർത്തിയാക്കുമ്പോൾ തന്നെ ശാസ്ത്രം മാത്രമായിരിക്കും തൻ്റെ ജീവിതമെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. ബാംഗ്ലൂരിലെ പഠനത്തിന് ശേഷം അദ്ദേഹം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ബിരുദം നേടി. ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ അഭിമാനമായ നോബൽ സമ്മാന ജേതാവ് സർ CV രാമനെ അദ്ദേഹം നേരിട്ട് കാണാൻ ഇടയായി. CV രാമൻ്റെ ശാസ്ത്രത്തോടുള്ള കഠിനമായ സ്നേഹവും വാക്കുകളും റാവുവിനെ ആഴത്തിൽ സ്വാധീനിച്ചു. തുടർന്ന് ഉപരിപഠനത്തിനായി അമേരിക്കയിലെ പ്രശസ്തമായ പ്രൂഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. അവിടെ വെറും 2-3 വർഷം കൊണ്ട് അദ്ദേഹം PhD പൂർത്തിയാക്കി, അതും ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ. തുടർന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയായ ലണ്ടനിലെ കേംബ്രിഡ്ജിലും അദ്ദേഹം ഗവേഷണം നടത്തി. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പഠനം കഴിഞ്ഞപ്പോൾ റാവുവിന് മുന്നിൽ കോടികളുടെ ശമ്പളമുള്ള വലിയ ജോലികൾ കാത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ തുടരുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ആധുനികമായ ലാബുകളിൽ പരീക്ഷണം നടത്താം, വലിയ ആഡംബര ജീവിതം നയിക്കാം. എന്നാൽ CNR റാവു എടുത്ത തീരുമാനം മറ്റൊന്നായിരുന്നു. എൻ്റെ വിജ്ഞാനം എൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. 1959-ൽ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തുമ്പോൾ ഇവിടുത്തെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു. പല IIT-കളിലും മികച്ച ലാബുകളോ കെമിക്കലുകളോ പോലുമില്ല. ഒരു ചെറിയ പരീക്ഷണത്തിനാവശ്യമായ സാധനങ്ങൾ വിദേശത്തു നിന്ന് വരണമെങ്കിൽ മാസങ്ങൾ കാത്തിരിക്കണം. പല ശാസ്ത്രജ്ഞരും ഈ സൗകര്യക്കുറവ് കണ്ട് മടുത്ത് വിദേശത്തേക്ക് തിരികെ പോയി. എന്നാൽ റാവു പിന്മാറിയില്ല. IIT കാൺപൂരിലും പിന്നീട് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും അദ്ദേഹം പ്രൊഫസറായി ചേർന്നു. ഉള്ള സൗകര്യങ്ങൾ വെച്ച് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അദ്ദേഹം പരീക്ഷണങ്ങൾ തുടർന്നു. മണിക്കൂറുകളോളം ലാബിൽ കെമിക്കലുകൾക്കിടയിൽ അദ്ദേഹം ജീവിച്ചു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ? സോളിഡ് സ്റ്റേറ്റ് ആൻഡ് മെറ്റീരിയൽസ് കെമിസ്ട്രി എന്ന ശാസ്ത്രശാഖയിലാണ് അദ്ദേഹം വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ബാറ്ററികൾ, അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയിലെല്ലാം ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ ഘടനയെക്കുറിച്ച് അദ്ദേഹം നിർണായക പഠനങ്ങൾ നടത്തി. നാനോ ടെക്നോളജി എന്ന അത്ഭുത ശാസ്ത്ര ശാഖ ഇന്ത്യയിൽ വളർത്തിയെടുത്തത് ഇദ്ദേഹമാണ്. കരിയും പുകയുമൊക്കെയായി നമ്മൾ കാണുന്ന കാർബൺ തന്മാത്രകളെ എങ്ങനെ മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഉപയോഗിക്കാമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ശാസ്ത്ര അക്കാദമികളിലും റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി, US നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് തുടങ്ങിയവയിൽ അദ്ദേഹം അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലണ്ടൻ, ഫ്രാൻസ്, ജപ്പാൻ, റഷ്യ തുടങ്ങിയ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അദ്ദേഹത്തിന് വലിയ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു.
ഒരു ശാസ്ത്രജ്ഞന് തൻ്റെ രാജ്യം നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി എന്താണ്? 2014 ജനുവരി 4-ന് ഇന്ത്യ രാജ്യം ഇദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചു. സച്ചിൻ തെണ്ടുൽക്കർക്കൊപ്പം അതേ വേദിയിലാണ് പ്രൊഫസർ CNR റാവുവിനും ഭാരതരത്ന ലഭിച്ചത്. പ്രധാനമന്ത്രിമാരുടെ പ്രധാന ശാസ്ത്ര ഉപദേഷ്ടാവായി ചെയർമാൻ ഓഫ് ദി സയന്റിഫിക് അഡ്വൈസറി കൗൺസിൽ അദ്ദേഹം ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയുടെ ശാസ്ത്ര നയങ്ങൾ രൂപീകരിക്കുന്നതിന് അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. 90 വയസ്സ് പിന്നിട്ടിട്ടും ഇന്നും അദ്ദേഹം ശാസ്ത്രത്തെ പ്രണയിക്കുന്നു. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പ്രചോദനം മേകിക്കൊണ്ട് ബാംഗ്ലൂരിലെ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ചിൽ സജീവമായി പ്രവർത്തിക്കുന്നു. CNR റാവുവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്: സൗകര്യങ്ങളുടെ കുറവല്ല നമ്മുടെ പരാജയം, മറിച്ച് ലക്ഷ്യബോധമില്ലായ്മയാണ്. വിദേശത്തെ കോടികളുടെ ആഡംബരം വേണ്ടെന്ന് വെച്ച് സ്വന്തം രാജ്യത്ത് ശാസ്ത്ര വിപ്ലവം സൃഷ്ടിച്ച ഈ മഹത് വ്യക്തിയുടെ കഥ നിങ്ങൾക്ക് പ്രചോദനമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ചിത്രങ്ങളും വിജയ കഥകളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വ്യക്തിത്വത്തിൻ്റെ കഥയുമായി വീണ്ടും കാണാം. നന്ദി.